നമസ്കാരം. ജ്യോതിഷം ഫോർ യു എന്ന ചാനലിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. ഇന്നത്തെ എൻ്റെ ടോപ്പിക് മാതൃ സ്നേഹയോഗത്തിനെ കുറിച്ചാണ്. മാതൃ ദീർഘായുർ യോഗത്തിനെ കുറിച്ചും മാതൃമൂല ധനയോഗത്തിനെ കുറിച്ചുമൊക്കെ 4-ാം ഭാവം എന്ന വീഡിയോയിൽ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നതാണ്. ഈ ഒരു വീഡിയോയിൽ മാതൃ സ്നേഹയോഗത്തിനെ കുറിച്ചാണ് വിശദീകരിക്കുന്നത്. ഇവിടെ 3 കണ്ടീഷനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് മിഥുന ലഗ്നക്കാർക്കും ധനുലഗ്നക്കാർക്കും മാത്രമുള്ളതാണ്. 1-ാം ഭാവാധിപനും 4-ാം ഭാവാധിപനും ഒരേ ഗ്രഹം വരിക. അത് ഇവർക്ക് രണ്ടുപേർക്ക് മാത്രമാണ് 1ഉം 4ഉം ഭാവാധിപന്മാർ ഒരു ഗ്രഹം വരുന്നത്. അപ്പം മിഥുന ലഗ്നക്കാർക്കാണെങ്കിൽ 1ഉം 4ഉം ഭാവാധിപന്മാർ എന്ന് പറയുന്നത് ബുധനാണ്. ധനുലഗ്നക്കാർക്കാണെങ്കിൽ 1ഉം 4ഉം ഭാവാധിപന്മാർ എന്ന് പറയുന്നത് ഒരേ ഗ്രഹം തന്നെയാണ്, ഗുരു. അപ്പോൾ ഈ ഗ്രഹങ്ങൾക്ക് പാപഗ്രഹ യോഗമോ ദൃഷ്ടിയോ പാടില്ല. അതാണ് ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. പാപഗ്രഹങ്ങളുമായിട്ട് ഒരു ബന്ധം വരാൻ പാടില്ല. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ നോക്കാം. 1-ാം ഭാവാധിപനും 4-ാം ഭാവാധിപനും തൽക്കാല ബന്ധുക്കളോ മിത്രങ്ങളോ ആയിരിക്കണം. അതല്ലെങ്കിൽ 1-ാം ഭാവാധിപനെയും 4-ാം ഭാവാധിപനെയും ശുഭഗ്രഹങ്ങൾ വീക്ഷിക്കണം. തൽക്കാല ബന്ധു എന്ന കോൺസെപ്റ്റ് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ഈ ഒരു ഗ്രഹനിലയിൽ 1-ാം ഭാവാധിപൻ എന്ന് പറയുന്നത് ഗുരുവാണ്, 4-ാം ഭാവാധിപൻ എന്ന് പറയുന്നത് ബുധനാണ്. ഇനി ഇവർ തമ്മിലുള്ള ബന്ധം എങ്ങനെയാണെന്ന് പരിശോധിക്കാം. ഇപ്പോൾ ബുധൻ ഗുരുവിനെ സമനായിട്ടാണ് കണക്കാക്കുന്നത്. പക്ഷേ ഇവിടെ എങ്ങനെയാണെന്ന് നോക്കണം. ഇവിടെ ബുധൻ്റെ തൊട്ടടുത്താണ് ഗുരു നിൽക്കുന്നത്. തൽക്കാല ബന്ധു എന്ന് പറഞ്ഞാൽ ഒരു ഗ്രഹത്തിൻ്റെ തൊട്ട് മുൻപിലത്തെ 3 രാശികളും തൊട്ട് പിറകിലത്തെ 3 രാശികളും അവിടെയാണ് ഗ്രഹങ്ങൾ നിൽക്കുന്നതെങ്കിൽ ആ ഗ്രഹങ്ങൾ ആ പർട്ടിക്കുലർ ഗ്രഹത്തിൻ്റെ തൽക്കാല ബന്ധുവാണെന്ന് പറയാം. അതിപ്പോൾ ഇവിടെ ബുധൻ്റെ തൽക്കാല ബന്ധുക്കളെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ബുധനെ നമുക്ക് ഒന്നായിട്ട് മാർക്ക് ചെയ്യണം. ഇനി ബുധൻ്റെ തൊട്ട് മുൻപിലത്തെ 3 ഗ്രഹങ്ങൾ ഞാൻ പച്ച നിറത്തിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. തൊട്ട് പിറകിലത്തെ രാശികളും 3 പച്ച നിറത്തിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ 6 രാശികളുമാണ്. ഈ 6 രാശികളിൽ എവിടെയെങ്കിലും ഗ്രഹങ്ങൾ നിൽക്കുകയാണെങ്കിൽ അത് ബുധൻ്റെ തൽക്കാല ബന്ധുവാണെന്ന് പറയാം. ഇനി ആ ഗ്രഹങ്ങൾ ബുധൻ്റെ ശത്രുക്കളാണെങ്കിൽ, ശരിക്കും നിസർഗ ശത്രുവാണെങ്കിൽ, എന്നാൽ തൽക്കാല ബന്ധുവായിട്ട് ഭവിച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ജാതകത്തിൽ അതിനെ സമനായിട്ട് കണക്കാക്കാം. എന്നാൽ നിസർഗ ബന്ധുവും അതോടൊപ്പം തന്നെ തൽക്കാല ബന്ധുവാണെങ്കിൽ ആ ഗ്രഹം ആ പർട്ടിക്കുലർ ഗ്രഹത്തിൻ്റെ അതിബന്ധു ആണെന്ന് പറയാം. നല്ലൊരു ഫ്രണ്ട്ഷിപ്പ്, ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് പറയാം. അപ്പോൾ ഇവിടെ ബുധൻ്റെ തൊട്ട് മുന്നിലത്തെ രാശിയിലാണ് ഗുരു വന്നിരിക്കുന്നത്. അപ്പോൾ ബുധൻ്റെ തൽക്കാല ബന്ധുവാണ് ഗുരു എന്ന് പറയാം. ഇനി ഗുരുവിനെ വെച്ച് നോക്കാം. ഗുരുവിൻ്റെ ശത്രുവാണ് ബുധൻ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ഗുരുവിൻ്റെ തൊട്ട് പിറകിലത്തെ രാശിയിലാണ് ബുധൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഗുരുവിൻ്റെ തൽക്കാല ബന്ധുവാണ് ബുധൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്രഹനിലയിൽ 1-ാം ഭാവാധിപനും 4-ാം ഭാവാധിപനും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് അവർ തൽക്കാല ബന്ധുക്കളാണ്. അപ്പോൾ ഒരു മാതൃസ്നേഹ യോഗത്തെയാണ് കാണിക്കുന്നത് ജാതകനും മാതാവും തമ്മിൽ. ഇനി 1-4 ഭാവാധിപന്മാരുടെ നവാംശകാധിപൻ തൽക്കാല ബന്ധുവോ മിത്രമോ ആയാലും അല്ലെങ്കിൽ ശുഭഗ്രഹങ്ങൾ വീക്ഷിക്കുകയോ ചെയ്താലും മാതൃസ്നേഹയോഗം പറയാവുന്നതാണ്. അതായത് 1-ാം ഭാവാധിപൻ നവാംശക ചാർട്ടിൽ എവിടെയാണോ നിൽക്കുന്നത് ആ രാശിയുടെ അധിപനായ ഗ്രഹം, ആ ഗ്രഹവും പിന്നെ 4-ാം ഭാവാധിപൻ നവാംശക ചാർട്ടിൽ എവിടെയാണോ നിൽക്കുന്നത് ആ രാശിയുടെ അധിപനായ ഗ്രഹം. എന്നിട്ട് ഈ 2 ഗ്രഹങ്ങളുടെയും റിലേഷൻ നോക്കുക. അപ്പോൾ ആ 2 ഗ്രഹങ്ങൾ തൽക്കാല ബന്ധുവോ മിത്രമോ അല്ലെങ്കിൽ ശുഭഗ്രഹങ്ങൾ വീക്ഷിക്കുകയോ ചെയ്യുകയാണെങ്കിൽ പ്രശ്നമില്ല. ഇനി ഓരോ ഗ്രഹങ്ങളുടെയും ബന്ധു അതേപോലെ തന്നെ ശത്രു ഇതൊക്കെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നതാണ്. ഇനി ജാതകനും മാതാവും തമ്മിൽ സ്വരച്ചേർച്ച കുറവ് ഉണ്ടാകുന്ന കോമ്പിനേഷൻസ് എന്തൊക്കെയെന്ന് നോക്കാം. ചന്ദ്രന് പാപയോഗവും പാപദൃഷ്ടിയും സംഭവിക്കുക, സൂര്യൻ കേന്ദ്രത്തിൽ നിൽക്കുക, 4-ൽ പാപഗ്രഹങ്ങൾ നിൽക്കുകയോ നോക്കുകയോ ചെയ്യുക. അതേപോലെ ലഗ്നാധിപനും 6-ാം ഭാവാധിപനും 4-ൽ നിൽക്കുക. വേറൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് 4-ാം ഭാവാധിപൻ ലഗ്നാധിപൻ്റെ 8-ാം ഭാവത്തിൽ നിൽക്കുക, അല്ലെങ്കിൽ 4-ാം ഭാവാധിപൻ
ലഗ്നാൽ 8-ാം ഭാവത്തിൽ നിൽക്കുക. അപ്പം ഇങ്ങനെയുള്ള കോമ്പിനേഷൻസ് വന്നാൽ ജാതകനും മാതാവും തമ്മിൽ സ്വരച്ചേർച്ച കുറവാണെന്ന് പറയാം. ഇപ്പം ഇവിടെ ഒരു ജാതകം കൊടുത്തിട്ടുണ്ട്. ഇവിടെ 4-ൽ പാപഗ്രഹങ്ങൾ നിൽക്കുകയും ചെയ്യുകയാണ്, 4-ലോട്ട് പാപഗ്രഹം നോക്കുകയും ചെയ്യുകയാണ്. ശനി 4-ലോട്ട് നോക്കുന്നുണ്ട്. അതേപോലെ തന്നെ 4-ൽ 2 പാപഗ്രഹങ്ങൾ നിൽപ്പുണ്ട്. ഇനി 6-ാം ഭാവാധിപൻ എന്ന് പറയുന്നത് ഈ ജാതകത്തിൽ സൂര്യനാണ്. ആ സൂര്യൻ 4-ൽ നിൽപ്പുണ്ട്. ഇത്രയും കാരണങ്ങൾ കൊണ്ട് ജാതകനും മാതാവും തമ്മിൽ ഒരു സ്വരശേഷ കുറവ് ഉണ്ടാകുമെന്ന് പറയാം. ഇനി ജാതകൻ മൂലം മാതാവിന് ദുഃഖം വരുന്നൊരു കോമ്പിനേഷൻ. 4-ലും 7-ലും പാപഗ്രഹങ്ങൾ നിൽക്കുകയോ നോക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ജാതകൻ മൂലം മാതാവിന് ദുഃഖമുണ്ടാകുമെന്ന് പറയാം. എന്തെങ്കിലും ഒരു ബെനിഫിക് ആസ്പെക്റ്റ് ഒക്കെ വരികയാണെങ്കിൽ ദോഷം കുറയുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഈ യോഗത്തെക്കുറിച്ച് പറയാനുള്ളത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.